നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ദൃശ്യങ്ങളിൽ പരിശോധന. കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മിഷേൽ ഷാജിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന്. കാണാതായ ദിവസം വൈകിട്ട് 5:40 പള്ളിയിലെത്തിയ യുവതി 6:15 മടങ്ങിയെന്ന് നിഗമനം. 7 CCTV ക്യാമറകളിൽ നിന്ന് ശേഖരിച്ച മുഴുവൻ ദൃശ്യങ്ങളും പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മിഷേൽ ഗോശ്രീ പാലത്തിന് സമീപത്തേക്ക് അതിവേഗത്തിൽ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പോലീസിന് ലഭിച്ചിരുന്നു. നേരത്തെയുള്ള സാക്ഷിമൊഴികൾ ശരിവച്ചുള്ള വിലയിരുത്തൽ യുവതിയുടെ വസ്ത്രവും നടപ്പിലെ രീതിയും അടിസ്ഥാനമാക്കി ദൃശ്യങ്ങളിൽ വിശദ പരിശോധന. അതിനിടെ കേസിൽ കസ്റ്റഡിയിൽ തുടരുന്ന ക്രോണിൻ അലക്സാണ്ടറെ ചോദ്യം ചെയ്തു തുടങ്ങിയതായി ക്രൈംബ്രാഞ്ച്. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിന്റെ ശാസ്ത്രീയ റിപ്പോർട്ടും ചോദ്യം ചെയ്യലും കഴിയുന്നതോടെ സംഭവത്തിലെ ദുരൂഹത നീക്കാനാകുമെന്നും അന്വേഷണ സംഘം. ലാവ്ലിനിൽ വാദം തുടരുന്നു. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പ്രതി ചേർത്ത CBI കുറ്റപത്രം അസംബന്ധമെന്ന് ഹരീഷ് സാൽവെ. കരാറിൽ അഴിമതിയുണ്ടെന്നത് കെട്ടിച്ചമച്ച കഥ. വൈദ്യുതി പ്രതിസന്ധിയുടെ കാലത്ത് ഇങ്ങനെയൊരു കരാറിന് ഡിമാൻഡുണ്ടായിരുന്നു. ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയത് KSEBയുടെ വാണിജ്യ പുരോഗതിക്ക് വേണ്ടിയെന്നും പ്രതിഭാഗം. വിശദീകരണം. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി നടപടിക്കെതിരെ CBI നൽകിയ റിവിഷൻ ഹർജിയിൽ കരാറിലൂടെ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും UDF സർക്കാരിന്റെ കാലത്തെ കരാർ പിന്തുടരുകയാണ് ഉണ്ടായതെന്നും വാദം. നന്ദി പറഞ്ഞ് ജേക്കബ് തോമസ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിൽ പിന്തുണ നൽകിയ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ച് ജേക്കബ് തോമസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം നൽകിയ പിന്തുണ ഏറെ ആശ്വാസകരം. പ്രതിപക്ഷ ആരോപണങ്ങൾ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കരുത്തുള്ളവർക്ക് നേരെ മാത്രമേ കല്ലേറുണ്ടാവുകയുള്ളൂ എന്നും വിജിലൻസ് മേധാവിയുടെ മറുപടി. ലഭിക്കുന്ന പരാതികളിൽ വരുന്ന അവ്യക്തത വിജിലൻസ് പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് ജേക്കബ് തോമസ്. പരാതികൾ സ്വീകരിക്കുന്നതിൽ പ്രത്യേക മാനദണ്ഡം ഏർപ്പെടുത്തും. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾക്ക് കേസുകളെ ബാധിക്കാത്ത തരത്തിൽ മറുപടി നൽകുന്നുണ്ടെന്നും വിജിലൻസ് ഡയറക്ടർ. കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക്. ഗോവയിൽ BJP സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. വിശ്വാസ വോട്ടിംഗ് ബഹിഷ്കരിച്ച് വിശ്വജിത് റാണയുടെ രാജിക്ക് പിന്നാലെ നിയമസഭാംഗമായ സാവിയോ റോഡ്രിഗസും സ്ഥാനമൊഴിഞ്ഞു. നടപടി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറിയിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന്. അധികാരം ഏറ്റെടുക്കാൻ കഴിയാതെ വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്ന് MLA മാർ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെച്ചേക്കുമെന്നും സൂചന. അതിനിടെ സംസ്ഥാന വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ്. ഗോവയിൽ ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമെന്ന് ദിഗ്വിജയ് സിംഗ്. ആരോപണം തള്ളി സെനറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒബാമ ഭരണകൂടം ഫോൺ ചോർത്തിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം തള്ളി സെനറ്റ് കമ്മിറ്റി. ട്രംപ് ടവർ നിരീക്ഷിച്ചിട്ടില്ലെന്ന് ഇന്റലിജൻസ് സമിതി ചെയർമാൻ റിച്ചാർഡ് ബർ. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ റഷ്യ ശ്രമിച്ചുവെന്ന വാദം രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.